വെൽക്കം ടു ഷൈൻസ് യാൺ ആർട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഗ്രാനി സ്ക്വയർ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 കളർ കോമ്പിനേഷനിലാണ് ഈ ഗ്രാനി സ്ക്വയർ ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ക്രൂഷ്യ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഗ്രാനി സ്ക്വയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഗ്രാനി സ്ക്വയർ ആണ് കേട്ടോ. ഈ ഗ്രാനി സ്ക്വയർ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാമേ. അപ്പോൾ നമുക്ക് ഈ ഗ്രാനി സ്ക്വയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോവാം. ഗ്രാനി സ്ക്വയർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് യാണാണ്. ഞാൻ 2 കളർ യാണാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ കളർ ആൻഡ് ഓഫ് വൈറ്റ് കളർ യാണാണ് എടുത്തിരിക്കുന്നത്. ഈ 2 യാൺ യൂസ് ചെയ്താണ് ഞാൻ വന്ന് ഗ്രാനി സ്ക്വയർ ചെയ്യാൻ പോകുന്നത്. അക്രലിക് യാണാണ് എടുത്തിരിക്കുന്നത്. 4 പ്ലൈ അക്രലിക് യാണാണ്. അത് മീഡിയം സൈസിലുള്ള അക്രലിക് യാണാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹുക്കാണ്. 4.5 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വേണ്ടത് സിസർ. ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് യാൺ നീഡിൽ. ഇത്രയും തിങ്സ് ആണ് ഗ്രാനി സ്ക്വയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഗ്രാനി സ്ക്വയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ഗ്രാനി സ്ക്വയർ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ബ്ലൂ കളർ യാണാണ് എടുക്കുന്നത്. ബ്ലൂ കളർ യാണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യാണിനെ ഇങ്ങനെ പിടിക്കണം. നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ളത് ടെയിൽ സൈഡും റൈറ്റ് സൈഡിലുള്ളത് വർക്കിംഗ് സൈഡുമാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം നമുക്ക് മാജിക് റിംഗ് ചെയ്യാം. ഇതാണ് മാജിക് റിംഗ്. മാജിക് റിംഗ് ചെയ്തിട്ട് ഇനി നമുക്കിതിൽ 3 ചെയിൻ സ്റ്റിച്ച് ഇടണം. 3 ചെയിന് റിങ്ങിന് വേണ്ടി ഒരു നോട്ട് ഇട്ടില്ലേ, അതിനെ ഫസ്റ്റ് ചെയിനായിട്ട് അസ്യൂം ചെയ്യണം. റിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട നോട്ടിനെ ഫസ്റ്റ് ചെയിനായിട്ട് അസ്യൂം ചെയ്തിട്ട് ഇനി 3 ചെയിന് കൂടി ഇടണം. 1 2 3. റിങ് സെക്യൂർ ചെയ്യാൻ ചെയ്ത ഫസ്റ്റ് നോട്ട് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ആണ്. അപ്പോൾ 1 2 3 4. അപ്പോൾ ടോട്ടലായിട്ട് 4 ചെയിൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ 4 ചെയിന് ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ ആയിട്ട് അസ്യൂം ചെയ്യണം. ഇനി നമ്മൾ ഈ റിങ്ങിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രൂഷ്യ ആണ്. അപ്പോൾ ഈ 4 ചെയിൻ വന്ന് ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ ആണ്. നെക്സ്റ്റ് ഈ റിങ്ങിനുള്ളിൽ ഒരു ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് ചെയിൻ 1. ഇത് സെക്കൻഡ് ഡബിൾ ക്രൂഷ്യ. ഇങ്ങനെ നമുക്ക് 10 ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ടോട്ടലായിട്ട് 12 ഡബിൾ ക്രൂഷ്യയാണ് ഈ റിങ്ങിനുള്ളിൽ ചെയ്യുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ ആയിട്ട് അസ്യൂം ചെയ്തു. പിന്നെ നമ്മളൊരു ഡബിൾ ക്രൂഷ്യ ചെയ്തു. അപ്പോൾ 2 ഡബിൾ ക്രൂഷ്യ ചെയ്തു. ഇനി 10 ഡബിൾ ക്രൂഷ്യ ചെയ്യണം. ഡബിൾ ക്രൂഷ്യ ചെയ്യുന്നതിന് മുന്നേ ചെയിൻ 1 ഇട്ട് വേണം ഡബിൾ ക്രൂഷ്യ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ചെയിൻ 1 ഇട്ടിട്ടുണ്ട്. ഡബിൾ ക്രൂഷ്യ ചെയ്യുന്നതിന് മുന്നേ ചെയിൻ 1 ഇട്ടിട്ട് വേണം ഡബിൾ ക്രൂഷ്യ ചെയ്യാനായിട്ട്. ഇവിടെ ചെയിൻ 1 നമ്മൾ ഇട്ടു. വീണ്ടും ഒരു ഡബിൾ ക്രൂഷ്യ. ഡബിൾ ക്രൂഷ്യ ഇട്ട ഉടനെ ചെയിൻ 1. നെക്സ്റ്റ് വീണ്ടും ഒരു ഡബിൾ ക്രൂഷ്യ. ചെയിൻ 1 ഡബിൾ ക്രൂഷ്യ. ചെയിൻ 1. ഈ റിങ്ങിനുള്ളിൽ ടോട്ടലായിട്ട് 12 ഡബിൾ ക്രൂഷ്യയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡബിൾ ക്രൂഷ്യ ചെയിൻ 1, ഡബിൾ ക്രൂഷ്യ ചെയിൻ 1, ഡബിൾ ക്രൂഷ്യ ചെയിൻ 1. അങ്ങനെ വേണം ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ 12 ഡബിൾ ക്രൂഷ്യയാണ് റിങ്ങിനുള്ളിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 5 ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി 7 ഡബിൾ ക്രൂഷ്യ കൂടെ ചെയ്തിട്ട് കാണാം. 12 ഡബിൾ ക്രൂഷ്യ ചെയ്തു. 12 ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് വീണ്ടും ഒരു ചെയിൻ 1 ഇടണം. ചെയിൻ 1 ഇട്ടിട്ട് വേണം ഇവിടെ നമുക്ക് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാനായിട്ട്. നമ്മൾ മാജിക് റിങ്ങിലിട്ട ഫസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ചെയിൻ 1 ഇട്ടിട്ട് ടെയിൽ സൈഡിനെ പിടിച്ച് വലിച്ച് മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. നല്ലതുപോലെ തന്നെ ക്ലോസ് ചെയ്യണം. ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് ഇനി ഫസ്റ്റ്
ഫസ്റ്റ് റൗണ്ടിനെ നമുക്ക് ക്ലോസ് ചെയ്യണം. നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തത് മാജിക് റിങ്ങിനെയാണ് ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റൗണ്ടിനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ചെയിൻ 1 ഇടണം. ചെയിൻ 1 ഇട്ടിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 4 ചെയിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 3rd ചെയിനിൽ വേണം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാനായിട്ട്. ഇത് ഫസ്റ്റ് ചെയിൻ 1 2 3, ഇതാണ് 3rd ചെയിൻ. 3rd ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യും. ഫസ്റ്റ് റൗണ്ടിന് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്ത് ഇനി ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. കാരണം നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ 1 ഇട്ടിട്ട് കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യണം. കുറച്ച് യാൺ വിട്ട് യാണിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഈ യാണിനെ പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് ടൈറ്റ് ചെയ്യണം. എന്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഡബിൾ ക്രൂഷ്യയുടെ മുകളിലല്ല, ഈ ചെയിൻ ഓൺ സ്പേസിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇനി നെക്സ്റ്റ് കളർ യാണിനെ നമുക്ക് ഈ ചെയിൻ ഓൺ സ്പേസിൽ അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് കളർ ഞാൻ എടുക്കുന്നത് ഓഫ് വൈറ്റ് കളറാണ്. ഓഫ് വൈറ്റ് കളർ എടുത്തിട്ട് ഈ നമ്മൾ മുറിച്ചില്ലേ, ഈ കട്ട് ചെയ്തില്ലേ, ഈ യാണിനെ കൂടെ വെച്ച് തന്നെ ഇനി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സെക്യൂർ ആയിക്കോളും. അതിന് വേണ്ടിയിട്ട് ഈ ഡബിൾ ക്രൂഷ്യ ഉണ്ടല്ലേ, ഈ 2 ഡബിൾ ക്രൂഷ്യയുടെ ഉള്ളിൽ കൂടി 2 ഡബിൾ ക്രൂഷ്യയുടെയും ഇടയിൽ കൂടി അവിടെയാണ് ചെയിൻ ഓൺ സ്പേസ് ഇരിക്കുന്നത്. ഈ ചെയിൻ ഓൺ സ്പേസിൻ്റെ ഉള്ളിൽ കൂടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുക്കണം. യാണിനിങ്ങനെ വലിച്ചെടുത്തിട്ട് ഒരു നോട്ടിടണം. നോട്ടിട്ടിട്ട് ആ നോട്ടിനെ നല്ലതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇടണം. ഇവിടെ നമ്മൾ ചെയിൻ ഓൺ സ്പേസിലാണ് ചെയിൻ 3 ഇട്ടത്. ഇനി ഈ 2 യാണിനെയും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ടിൽ കളർ ചേഞ്ച് ചെയ്തു ഓഫ് വൈറ്റ് കളർ യാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലസ്റ്റർ സ്റ്റിച്ചാണ്. ഇത് ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്യേണ്ട ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ വന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ക്ലസ്റ്റർ സ്റ്റിച്ച് ചെയ്യുന്നത് ഡബിൾ ക്രൂഷ്യ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. യാണിനെ ഹുക്കിൽ ചുറ്റിയിട്ട് ചെയിൻ ഓൺ സ്പേസിനുള്ളിൽ കൂടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുറത്തെടുത്തിട്ട് ലാസ്റ്റ് ലൂപ്പിനെ ഹുക്കിൽ തന്നെ ഹോൾഡ് ചെയ്യണം. വീണ്ടും യാണിനെ ഹുക്കിൽ ചുറ്റിയിട്ട് സെയിം മെത്തേഡ് തന്നെ ചെയ്യണം. ചെയിൻ ഓൺ സ്പേസിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും യാണിനെ പുറത്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. ഇനി ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും യാണിനെ വലിച്ച് പുറത്ത് കൊണ്ടുവരണം. ഒരു ചെയിൻ 1. നെക്സ്റ്റ് ക്ലസ്റ്ററും ചെയിൻ ഓൺ സ്പേസിലാണ് ചെയ്യേണ്ടത്. ആദ്യം യാണിനെ ഹുക്കിൽ ചുറ്റിയിട്ട് ഈ ചെയിൻ ഓൺ സ്പേസിന്റെ ഉള്ളിൽ കൂടി, ചെയിൻ ഓൺ സ്പേസ് എന്ന് പറയുമ്പോൾ 2 ഡബിൾ ക്രൂഷ്യയുടെ ഇടയിൽ കൂടി വരിക കേട്ടോ. ഇൻസേർട്ട് ചെയ്യുക, യാണ് വലിച്ചെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. 1 2 3. ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവരണം. ലാസ്റ്റ് ലൂപ്പിനെ ഹുക്കിൽ തന്നെ ഹോൾഡ് ചെയ്യണം. വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് ഫസ്റ്റ് 2 ലൂപ്പിനുള്ളിൽ കൂടി കൊണ്ടുവരണം. വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്സ് ഉണ്ട്. 1 2 3 4. ഈ 4 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടിയും യാണിനെ വലിച്ച് പുറത്ത് കൊണ്ടുവരണം. ഇതാണ് ക്ലസ്റ്റർ സ്റ്റിച്ച്. ഇവിടെ 4 ലൂപ്പ് ലാസ്റ്റ് വരാത്തത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ചെയിൻ സ്റ്റിച്ചിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ടാണ് 3 ലൂപ്സ് വന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി ചെയിൻ 1 ചെയിൻ 1 ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഈ സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്.
നെക്സ്റ്റ് ക്ലസ്റ്ററും ഇട്ടു, തേർഡ് ക്ലസ്റ്റർ ചെയ്തു. ഇനി നെക്സ്റ്റ് ഒരു ക്ലസ്റ്റർ കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതുപോലെയാണ് സെക്കൻഡ് റൗണ്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ക്ലസ്റ്റർ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓരോരോ ചെയിൻ ഓൺ സ്പേസിലും ക്ലസ്റ്റർ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. സെക്കൻഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിൻ ഓൺ സ്പേസിലും കൂടി ഒരു ക്ലസ്റ്റർ ചെയ്യാം. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് സെക്കൻഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യും. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഷേപ്പ് ഇല്ലാതെ ഇരിക്കും. അത് നിങ്ങൾ വറി ചെയ്യേണ്ട. അത് നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ചെയിൻ ബോൺ ഇടണം. ചെയിൻ ബോൺ ഇട്ടിട്ട് നമുക്കിനി നെക്സ്റ്റ് റൗണ്ടിൽ തേർഡ് റൗണ്ടിൽ യാൺ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യാം. യാണിനെ കട്ട് ചെയ്യാം. എന്നിട്ട് യാണിനെ പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ 2 റൗണ്ട് ചെയ്തു. ഇനി തേർഡ് റൗണ്ട്. തേർഡ് റൗണ്ടിൽ ബ്ലൂ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ കളർ യാൺ എടുത്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യണം. ഞാൻ എവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ ഓൺ സ്പേസിൽ നിന്നാണ് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ വലിക്കണം. ഈ ബ്ലൂ കളർ യാണിനെ വലിച്ച് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഒരു നോട്ട്, ഫസ്റ്റ് ഒരു നോട്ട് ഇട്ട് അറ്റാച്ച് ചെയ്യാം. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ 2 യാണും ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോവാനായിട്ട്. ചെയിൻ 3, 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് ഇനി ഈ ചെയിൻ ഓൺ സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ക്രോഷ്യാണ്. സെയിം സ്റ്റിച്ചിൽ തന്നെ സെയിം ചെയിൻ ഓൺ സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. തേർഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൗണ്ട് ഷേപ്പിനെ സ്ക്വയർ ഷേപ്പ് ആക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ തേർഡ് റൗണ്ട് തൊട്ടാണ് നമ്മൾ സ്ക്വയർ ഷേപ്പ്, തേർഡ് റൗണ്ടിലാണ് നമ്മൾ സ്ക്വയർ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ ഷേപ്പിന് വേണ്ടി 4 കോർണർ വേണം. അപ്പോൾ ഫസ്റ്റ് കോർണർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ഫസ്റ്റ് കോർണർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മൾ ഫസ്റ്റ് കോർണർ ചെയ്യുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് കോർണറാണ്. അപ്പോൾ കോർണറിന് വേണ്ടിയിട്ട് ചെയിൻ 2 ഇടണം. ചെയിൻ 2 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 3 ഡബിൾ ക്രോഷ്യ. ആ സെയിം ചെയിൻ ഓൺ സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3. ഇത് ഫസ്റ്റ് കോർണറാണ്, സ്ക്വയറിന്റെ ഫസ്റ്റ് കോർണറാണ്. നെക്സ്റ്റ് ചെയിൻ 1 ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. 1 2 3 ഡബിൾ ക്രോഷ്യ. വീണ്ടും ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. 1 2 3. അപ്പോൾ ആദ്യം ഒരു കോർണർ ചെയ്തിട്ട് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്തോന്നാണ്? കോർണറാണ്. സെക്കൻഡ് കോർണറാണ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 1 ഇട്ടിട്ട്
നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3 ഡബിൾ ക്രോഷേ. ഇത് കോർണർ അല്ലേ, കോർണർ ആയതുകൊണ്ട് നമുക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷേ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ 2 ചെയിൻ ഇടണം. 2 ചെയിൻ 1 2 ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ ഡബിൾ ക്രോഷേ ചെയ്യണം. 3 ഡബിൾ ക്രോഷേ, 1 2 കോർണർ ചെയ്തിട്ട് ചെയിൻ 1 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1, വീണ്ടും നെക്സ്റ്റ് ഒരു കോർണർ. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ 2 ഡബിൾ ക്രോഷേ. ഈ കോർണർ ചെയ്തിട്ട് ഉടനെ തന്നെ ഒരു ചെയിൻ 1 ഇടണം. ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3 ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ചെയിൻ 1 ഇട്ടിട്ട് വീണ്ടും നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3 ചെയിൻ 1. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് കോർണർ ആണ്. തേർഡ് കോർണർ. ഇത് ഫസ്റ്റ് കോർണർ, ഇത് സെക്കൻഡ് കോർണർ, ഇനി തേർഡ് കോർണർ. കോർണർ ചെയ്യാനായിട്ട് ഡബിൾ ക്രോഷേ 3 ഡബിൾ ക്രോഷേ ചെയ്യണം. 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2 ഇട്ടിട്ട് ആ സെയിം സ്പേസിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷേ, 1 2 3. ഇത് തേർഡ് കോർണർ കഴിഞ്ഞ ഉടനെ ചെയിൻ 1, നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3. നെക്സ്റ്റ് ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3 ചെയിൻ 1. ഇനി ഫോർത്ത് കോർണർ. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് കോർണർ. 1 2 2 3. നെക്സ്റ്റ് ചെയിൻ 2 ഇട്ടിട്ട് സെയിം സ്പേസിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷേ, 1 2 3. നെക്സ്റ്റ് ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3 ചെയിൻ 1. ഇനി ലാസ്റ്റ് ചെയിൻ ഓൺ സ്പേസ് ആണ്. ലാസ്റ്റ് ചെയിൻ ഓൺ സ്പേസിലും 3 ഡബിൾ ക്രോഷേ, 1 2 3 ചെയിൻ 1 ഇട്ടിട്ട് ഇനി നമുക്ക് ഈ തേർഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. തേർഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ 3 ചെയിൻ ഇട്ടില്ലേ സ്റ്റാർട്ട് ചെയ്തത്, ആ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് തേർഡ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് റൗണ്ടിൽ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ചെയിൻ ഓൺ ഇട്ടിട്ട് യാണിനെ കുറച്ച് വിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് യാണിനെ പുറത്തെടുത്ത് ടൈറ്റ് ചെയ്യണം. ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പായി കണ്ടോ? നെക്സ്റ്റ് ഫോർത്ത് റൗണ്ട് ചെയ്യാം. ഫോർത്ത് റൗണ്ടിൽ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്.
ഓഫ് വൈറ്റ് കളർ യാണാണ് എടുക്കുന്നത്. ഓഫ് വൈറ്റ് കളർ യാൺ എടുത്തിട്ട് യാണിനെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഞാൻ എവിടെ നമ്മൾ നിർത്തിയോ, എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോ അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ അറ്റാച്ച് ചെയ്യുന്നത്. ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് സെയിം ചെയിൻ ഓൺ സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രൂഷ്യ 1 2. ഈ ചെയിൻ 3നെ ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ ആയിട്ട് അസ്യൂം ചെയ്യണം. പിന്നെ നമ്മൾ ടോട്ടലായിട്ട് 3 ഡബിൾ ക്രൂഷ്യ ആകും. 2 ഡബിൾ ക്രൂഷ്യ ആണ് ചെയ്യേണ്ടത്. ടോട്ടലായിട്ട് 3 ഡബിൾ ക്രൂഷ്യ ഉണ്ട്. നെക്സ്റ്റ് ചെയിൻ 1. ഈ കോർണർ ഉള്ള പ്ലേസിലൊക്കെ കോർണർ ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റൗണ്ടിൽ, തേർഡ് റൗണ്ടിൽ കോർണർ വരുന്ന പ്ലേസിലൊക്കെ കോർണർ ചെയ്യണം. ബാക്കി പ്ലേസിലൊക്കെ 3 ഡബിൾ ക്രൂഷ്യ വേണം ചെയ്യേണ്ടത്. അപ്പം നെക്സ്റ്റ് വരുന്നത് എന്തോന്നാണ്? കോർണറാണ്. അപ്പോൾ ചെയിൻ 1 ഇടണം. ആദ്യം നമ്മൾ ചെയിൻ 1 ഇട്ടിട്ട് ഈ കോർണറിൽ ഒരു കോർണർ സെയിം സ്റ്റിച്ച് തന്നെ ചെയ്യണം. പ്രീവിയസ് റൗണ്ടിൽ നമ്മൾ കോർണർ എങ്ങനെ ചെയ്തോ അതുപോലെയാണ് ചെയ്യേണ്ടത്. 1 2 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഇട്ടിട്ട് വീണ്ടും ചെയിൻ 2 ഇട്ടിട്ട് വീണ്ടും സെയിം ചെയിൻ ഓൺ സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ. 1 2 3 ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിലൊക്കെ 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. ഈ 3 ചെയിൻ ഓൺ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസ് ഇതാണ്. നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. 1 2 ചെയിൻ 1. തേർഡ് ഡബിൾ ക്രോഷ്യ ചെയ്ത ഉടനെ തന്നെ ചെയിൻ 1 ഇടണം കേട്ടോ. നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. 1 2 3 ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. 1 2 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ചെയിൻ 1. ഇനി നെക്സ്റ്റ് കോർണർ. ഈ കോർണർ വരുന്ന പ്ലേസിൽ കോർണർ തന്നെ ചെയ്യണം. 3 ഡബിൾ ക്രോഷ്യ. 1 2 3 ചെയിൻ 2 സെയിം സ്റ്റിച്ചിൽ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. 1 2 3 ചെയിൻ 1. ഇനി ഈ 3 ചെയിൻ ഓൺ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. 1 2 3 ചെയിൻ 1. ഈ സെയിം പാറ്റേൺ വേണം കണ്ടിന്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1. നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1. നെക്സ്റ്റ് വരുന്നത് കോർണർ ആണ്. 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷ്യ. കോർണർ വരുമ്പോൾ മാത്രമാണ് ചെയിൻ 2 ഇടേണ്ടത്. ബാക്കി എല്ലാ സ്ഥലത്തും ചെയിൻ 1 ആണ് ഇടേണ്ടത്. ഈ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യണം. നെക്സ്റ്റ് കോർണർ വരുമ്പോൾ കോർണർ ചെയ്യണം. 2 കോർണറിൻ്റെ ഇടയിൽ 3 ചെയിൻ ഓൺ സ്പേസ് ഉണ്ട്. 1 2 3. ഈ 3 ചെയിൻ ഓൺ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ചെയിൻ 1 ഇട്ട് വേണം നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് 4th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 4th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിൻ ഓൺ സ്പേസിലും കൂടി 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1
2 3 ചെയിൻ 1 ഇട്ടിട്ട് ഫോർത്ത് റൗണ്ടിനെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫോർത്ത് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫോർത്ത് റൗണ്ടിനെ ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് റൗണ്ടിൽ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ചെയിൻ 1 ഇട്ടിട്ട് കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് യാണിനെ പുറത്തെടുത്തിട്ട് ടൈറ്റ് ചെയ്യണം. നമ്മൾ 4 റൗണ്ട് വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 4 റൗണ്ട് വരെയാണ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഫിഫ്ത്ത് റൗണ്ടാണ് ചെയ്യേണ്ടത്. ഫിഫ്ത്ത് റൗണ്ടിൽ യാണിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ബ്ലൂ കളർ യാണാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. യാണിനെ എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ ഓൺ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ അറ്റാച്ച് ചെയ്യണം. ഒരു നോട്ട് ഇട്ട് യാണിനെ സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്തിട്ട് ഇനി 3 ചെയിൻ 1 2 3 ചെയിൻ. ഈ 3 ചെയിനിന് ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ ആയിട്ട് അസ്യൂം ചെയ്യണം. ഇനി വീണ്ടും 2 ഡബിൾ ക്രൂഷ്യ ചെയ്യണം. 2 ഡബിൽ ക്രൂഷ്യ 1 2. ടോട്ടലായിട്ട് നമ്മൾ 3 ഡബിൾ ക്രൂഷ്യ ആണ് ചെയിൻ ഓൺ സ്പേസിൽ ഇട്ടത്. ഇനി നെക്സ്റ്റ് ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസ് ആണ് വരുന്നത്. ഈ ചെയിൻ ഓൺ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ 1 2 3 ഡബിൾ ക്രോഷ്യ. വീണ്ടും ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് കോർണർ ആണ്. കോർണറിൽ നമുക്ക് കോർണർ ആണ് ചെയ്യേണ്ടത്. 3 ഡബിൾ ക്രോഷ്യ 1 2. ഈ ചെയിൻ 2 സ്പേസിലാണ് ചെയ്യുന്നത്. 3 കോർണർ വരുമ്പോൾ എന്താണ് ഇടേണ്ടത്? ചെയിൻ 2 1 2. സെയിം ചെയിൻ 2 സ്പേസിൽ തന്നെ വീണ്ടും ഒരു 3 ഡബിൾ ക്രോഷ്യ 1 2 3. നെക്സ്റ്റ് ചെയിൻ 1. ഈ സെയിം പാറ്റേൺ ആണ് ഈ ഫോർത്ത് റൗണ്ടിൽ കണ്ടിന്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ 1 2 3 ചെയിൻ 1. നെക്സ്റ്റ് ചെയിൻ ഓൺ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ 1 2 3 ചെയിൻ 1. ഈ സെയിം പാറ്റേൺ വേണം കണ്ടിന്യൂ ചെയ്യേണ്ടത് ഫിഫ്ത്ത് റൗണ്ടിൽ. നെക്സ്റ്റ് 2 ചെയിൻ ഓൺ സ്പേസ് ഉണ്ട്. ഈ 2 ചെയിൻ ഓൺ സ്പേസിലും 3 ഡബിൾ ക്രൂഷ്യ ചെയിൻ 1 3 ഡബിൾ ക്രൂഷ്യ ചെയിൻ 1. നെക്സ്റ്റ് വരുന്നത് കോർണർ ആണ്, സെക്കൻഡ് കോർണർ ആണ്. ഈ കോർണർ വരുമ്പോൾ ചെയിൻ 2 സ്പേസിൽ 3 ഡബിൾ ക്രൂഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രൂഷ്യ. സെയിം ചെയിൻ 2 സ്പേസിൽ തന്നെ ഇത്രയും സ്റ്റിച്ചസ് ഇടണം. അപ്പോൾ ഇത് ഫസ്റ്റ് കോർണർ. സെക്കൻഡ് കോർണർ, ഫസ്റ്റ് അല്ല സെക്കൻഡ് കോർണർ. ഫസ്റ്റ് കോർണർ നമ്മളിവിടെ ഇട്ടു. ഇത് വന്ന് സെക്കൻഡ് കോർണർ. അപ്പോൾ നെക്സ്റ്റ് 2 കോർണറിനും ഇടയ്ക്ക് എത്ര ചെയിൻ ഓൺ സ്പേസ് ആണ് വരുന്നത്? 1 2 3 4 ചെയിൻ ഓൺ സ്പേസ് ആണ് വരുന്നത്. 4 ചെയിൻ ഓൺ സ്പേസിലും 3 ഡബിൾ ക്രൂഷ്യ ചെയിൻ 1 ഇട്ട് വേണം ചെയ്യേണ്ടത്. കോർണർ വരുമ്പോൾ കോർണറിൻ്റെ സ്റ്റിച്ച് ചെയ്യണം. 3 ഡബിൾ ക്രൂഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രൂഷ്യ. ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഫിഫ്ത്ത് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. ഫിഫ്ത്ത് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിൻ ഓൺ സ്പേസിലും കൂടി നമുക്ക് 3 ഡബിൾ ക്രൂഷ്യ ചെയ്യാം. 1 2 3 ചെയിൻ 1 ഇട്ടിട്ട് തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിഫ്ത്ത് റൗണ്ട് വരെ നമുക്ക് ക്ലോസ് ചെയ്യാം.
ചെയിൻ 1 വിട്ട് കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യണം. യാണിന് പുറത്തെടുക്കണം. 5th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 5th റൗണ്ടോടെ നമ്മൾ ഗ്രാനി സ്ക്വയറും സ്റ്റോപ്പ് ചെയ്യുവാണ്. കണ്ടോ, കറക്റ്റായിട്ട് സ്ക്വയറിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് ബ്ലോക്കിംഗ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. ഇപ്പം ഇനി നിങ്ങൾക്ക് ഇതിനെ കുറച്ചുകൂടി വലിയ ഗ്രാനി സ്ക്വയർ ആക്കണമെങ്കിലും ആക്കാം. നെക്സ്റ്റ് റൗണ്ട് ചെയ്യുവാണെങ്കിൽ 6th റൗണ്ട് ചെയ്യുവാണെങ്കിൽ 2 കോർണറിനും ഇടയ്ക്ക് ഇപ്പോൾ 5 ചെയിൻ ഓൺ സ്പേസ് ഉണ്ട്. 1 2 3 4 5 ചെയിൻ ഓൺ സ്പേസ് ഉണ്ട്. അപ്പോൾ 5 ചെയിൻ ഓൺ സ്പേസിൽ ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് ചെയിൻ 1 ഇടണം. കോർണറിൻ്റെ സ്റ്റിച്ച് ഇടണം. അങ്ങനെ വേണം കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇനി 6th റൗണ്ട് വരുമ്പോൾ 6 ചെയിൻ ഓൺ സ്പേസ് ഉണ്ടായിരിക്കും 2 കോർണറിനിടയ്ക്ക്. അങ്ങനെയാണ് ഗ്രാനി സ്ക്വയർ വലുതാക്കി ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരുവിധ ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗ്രാനി സ്ക്വയർ വന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ യാണിനൊക്കെ സെക്യൂർ ചെയ്യണം. ഈ പുറകിൽ ഈ യാണൊക്കെ ഉണ്ടല്ലോ, ഈ പുറകിലിരിക്കുന്ന ഈ യാണ് നമ്മൾ ക്ലോസ് ചെയ്ത് 5th റൗണ്ട് ക്ലോസ് ചെയ്ത ഈ യാണ് ഇതിനൊക്കെ ഇനി നമ്മൾ സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ നീഡിൽ എടുക്കണം. യാൺ നീഡിൽ യൂസ് ചെയ്ത് വേണം സെക്യൂർ ചെയ്യേണ്ടത്. മാജിക് റിങ് ചെയ്ത സമയത്തുള്ള ടെയിൽ സൈഡിന് നല്ലതുപോലെ സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്തില്ലെങ്കിൽ ഇവിടെ കൂടെ ഇളകിപ്പോരും. ഇങ്ങനെ എല്ലാ യാണിനെയും സെക്യൂർ ചെയ്തിട്ട് യാണിനെയൊക്കെ കട്ട് ചെയ്ത് കളയണം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാനി സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു തന്നതും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഗ്രാനി സ്ക്വയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? വളരെ എളുപ്പമല്ലേ ഗ്രാനി സ്ക്വയർ ചെയ്യാനായിട്ട്. നമ്മൾ ഡബിൾ ക്രൂഷ്യ മാത്രം യൂസ് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 2 കളറിൽ ചെയ്യേണ്ട, ഒറ്റ കളറിൽ ചെയ്താൽ മതിയെങ്കിൽ ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം മതി. ഓരോരോ റൗണ്ട് കഴിയുമ്പോഴും യാൺ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ യാൺ അറ്റാച്ച് ചെയ്ത് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഗ്രാനി സ്ക്വയർസ് കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാമെന്ന്. ഈ ഗ്രാനി സ്ക്വയർ കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ടോട്ട് ബാഗ് ആണ്. ടോട്ട് ബാഗ് ചെയ്യുന്നത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. എങ്ങനെയാണ് ഗ്രാനി സ്ക്വയർസ് കൊണ്ട് ടോട്ട് ബാഗ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രാനി സ്ക്വയർ ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. ടോട്ട് ബാഗ് ചെയ്യാനായിട്ട് നമുക്ക് 13 ഗ്രാനി സ്ക്വയർസ് വേണം. ഞാനിവിടെ കുറേ ചെയ്ത് വച്ചിട്ടുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 13 ഗ്രാനി സ്ക്വയർസിൻ്റെ ആവശ്യമുണ്ട് ഒരു ടോട്ട് ബാഗ് ചെയ്യാനായിട്ട്. എല്ലാവരും 13 ഗ്രാനി സ്ക്വയർസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ടോട്ട് ബാഗ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൃഷി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.